കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മധുരയിൽ വെച്ച് CPIM-ന്റെ സമ്മേളനം അവസാനിക്കുന്നത്. മലയാള മാധ്യമങ്ങളിലടക്കം CPIM സമ്മേളനത്തിന് കിട്ടിയ ഒരു ഹൈപ്പ് AICC സമ്മേളനത്തിന് കിട്ടിയിട്ടില്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. എന്ത് തോന്നുന്നു? എനിക്കും അങ്ങനെ തന്നെ തോന്നിയത് സത്യം പറഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ്സിന് എന്താ പറയുക, അവിടെ ചർച്ച ചെയ്യുന്നത്, അവിടെ ചർച്ചയിൽ വരുന്ന വിരുദ്ധാഭിപ്രായങ്ങൾ, നേതൃപദവിയിലേക്ക് ആരൊക്കെ വരും, പുതിയതായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ ആര് വരും, കേന്ദ്ര കമ്മിറ്റിയിൽ ആര് വരും, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചോയ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നു. സമ്മേളനാനന്തരം മലയാള മാധ്യമങ്ങൾ, ഒരുപക്ഷെ തമിഴ് മാധ്യമങ്ങൾ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവും, വലിയ കവറേജ് കൊടുത്തു. അതിൻ്റെ ലാസ്റ്റ് സെഷനിൽ ചിലപ്പോൾ പ്രസംഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അത്രയൊന്നും AICC സമ്മേളനത്തിന് മലയാള മാധ്യമങ്ങൾ സമയം കൊടുത്തായിട്ട് കണ്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള കൗതുകം എനിക്കുണ്ട്. കാരണം വെച്ചാൽ അവിടെ ആളില്ലാഞ്ഞിട്ടല്ല, ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളുടെ പ്രതിനിധികളും അഹമ്മദാബാദിൽ പോയിരുന്നു, അവരോട് നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ CPM സമ്മേളനത്തിന് അത് കിട്ടിയ അത്രയും പ്രോമിനൻസ് AICC സമ്മേളനത്തിന് എന്തുകൊണ്ടോ കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് കവർ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ 2021 റായ്പൂരിൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത സമ്മേളനം, ഒരു 2 വർഷത്തെ ഗ്യാപ്പിലാണ് AICCയുടെ സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അവരുടെ 2014-ലും 2019-ലും പെർഫോമൻസ് വെച്ച് കുറേ കൂടെ ബെറ്റർ പെർഫോമൻസ് 2024 കാഴ്ചവെച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവർ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ, താഴെ തലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പം അതിന് തക്ക ഒരു കവറേജ് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു ന്യായം എന്നും മനസ്സിലായില്ല. എന്താണ് ഒരു ന്യൂസ് പ്രയോറിറ്റിയുടെ ഒരു മാറ്റം, എന്താണ് സംഭവിച്ചതെന്നും എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ഭരിക്കുന്ന BJP അല്ലേ, കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ BJPയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ പ്രധാന ലക്ഷ്യം. കോൺഗ്രസ്സിന് കൂടുതൽ കവറേജ് കൊടുത്തിട്ട് വെറുതെ ഒരു പണി മേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഒരു കൗതുകം തോന്നി.